വളരെ സന്തോഷത്തിലാണ്. കാരണം പാകിസ്ഥാന്റെ മുഖത്ത് അടിയേറ്റു. നമുക്കറിയാം നിരന്തരമായിട്ട് അടിയേറ്റു എന്ന് പറയുന്നത് കൊണ്ടും അടിയേൽക്കുന്നത് നമ്മൾ കാണുന്നത് കൊണ്ടും നിങ്ങൾക്കൊരു കൗതുകമായിട്ട് ഇത് തോന്നില്ല. പക്ഷേ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ അടിയേറ്റത് UAE കയ്യിൽ നിന്നാണ്. നല്ല കണക്കിനാണ് കിട്ടിയത്. എന്തൊക്കെയായിരുന്നു കൊട്ടിഘോഷം. ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാൻ പോകുന്നു, ഇന്ത്യ ഇപ്പൊ തന്നെ അങ്ങ് ഇല്ലാതെയാക്കി കളയും എന്നൊക്കെയായിരുന്നു വീരവാദവും. മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളാണ്. ഓരോ മനുഷ്യനും ഓരോ ആഗ്രഹം ഉണ്ടാവില്ല. അതുപോലെ ഓരോ രാജ്യത്തിനും ഓരോ ആഗ്രഹമുണ്ടല്ലോ. അതുപോലെയാണ് പാകിസ്ഥാന് ഇന്ത്യയെ ഇല്ലാതെയാക്കണം എന്ന് പറയുന്ന ആഗ്രഹം. അറുതിയില്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ അതിന് തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പക്കൽ നിന്ന് മാത്രമല്ല, ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രത്തിന് നേരെ അവരുടെ, അതായത് ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലുണ്ടായിരുന്നു. അൽ നഹ്യാൻ ഇങ്ങോട്ടേക്ക്, അതായത് MBS ഇവിടേക്ക് എത്തുമെന്നുള്ളത് അപ്രതീക്ഷിതമായ ഒരു വരവാണ്. ഈ വരവിൽ പാകിസ്ഥാനും ഒന്ന് അമ്പരന്നു. എന്തിനാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പോകുന്നത്? ഞങ്ങൾ ഇങ്ങനെയുള്ള ഇസ്ലാമിക് നാറ്റോയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സൗദി അറേബ്യയുമായിട്ട് പ്രതിരോധ സഹകരണമാണ്. നാറ്റോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നിന്നെ അടിച്ചാൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അവനെ അടിക്കും എന്ന് പറയുന്നതാണ് ഈ നാറ്റോ എന്ന് പറയുന്ന സംഭവം. അവിടെ നാറ്റോ പൊളിഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഇവിടെ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത്. ഈ നാറ്റോ തുടക്കം മുതൽ, അതായത് പൂവിടും മുമ്പേ കരിഞ്ഞുണങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ പാകിസ്ഥാന് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നടങ്കം ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയോട് മല്ലടിക്കുന്ന അല്ലെങ്കിൽ പോരടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഒരു അവസ്ഥ നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ്. പിന്നെ ചില സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കരയും, അങ്ങനെയല്ല, ഞങ്ങൾ സമ്മതിക്കൂല. നമ്മൾ പറയില്ല, സിനിമയിൽ പറയുന്നത് താമസിക്കില്ല ഞാൻ എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാനെയും പാകിസ്ഥാന്റെ പിണിയാളുകളായിട്ടുള്ള ഈ ഒരു രാജ്യങ്ങളുടെയും ഒക്കെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരുമ്പോൾ, MBS ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അപ്രതീക്ഷിതമായ ഇന്ത്യ സന്ദർശനം നടത്തുന്നു. ഇന്ത്യ സന്ദർശനം നടത്തുമ്പോൾ ദക്ഷിണേഷ്യൻ ജിയോ പൊളിറ്റിക്സ് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നതാണ്. ജിയോ പൊളിറ്റിക്സിൽ മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. ഇത് സത്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അടിയായിരുന്നു. പാകിസ്ഥാന് തന്നെയാണ്. അത് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിലാപവും ഈ മനോവേദനയും ഒക്കെ കൊണ്ട് നെഞ്ചത്തടിച്ച് കരയുന്നത്. ഈ സന്ദർശനം കഴിഞ്ഞ് ഏതാണ്ട് 3 മണിക്കൂറോളം ഒക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു പ്രഖ്യാപനം വരികയാണ്. എന്താണ് ആ പ്രഖ്യാപനം? ഇസ്ലാമാബാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിപ്പിക്കാനുള്ള പദ്ധതി അബുദാബി റദ്ദാക്കി. എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന ഒരു കരാറാണിത്. ഈ കരാറാണ് ഇവിടെ വന്ന് കുറച്ചു കഴിയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് ഈ കരാർ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. പാകിസ്ഥാന് സഹിക്കോ? പെറ്റ തള്ളക്ക് സഹിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാവും. പക്ഷേ UAE അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നു. UAEക്ക് പദ്ധതിയിൽ താല്പര്യം നഷ്ടപ്പെട്ടതുകൊണ്ടും പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് ഒരു പ്രാദേശിക പങ്കാളിയെ നിയമിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഈ പദ്ധതി ഉപേക്ഷിച്ചതായിട്ട് UAE പറയുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് പറയുകയല്ല കേട്ടോ. പാകിസ്ഥാനിലെ പ്രസിദ്ധീകരണമായിട്ടുള്ള ദി എക്സ്പ്രസ് ട്രിബ്യൂൺ തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ട് ഈ കരാർ തകർച്ചയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ആർക്കും മുഖത്തടിയേറ്റ കാര്യം ആരെങ്കിലും പുറത്തു പറയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള വിള്ളൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പോകുന്ന വഴിക്ക് ഒരടി പാകിസ്ഥാന്റെ കർണത്തുകൂടി കിട്ടിയിരിക്കുന്നത്. ഒരു കാലത്ത് ഗൾഫിന്റെ സഖ്യകക്ഷികളായിരുന്ന റിയാദും അബുദാബിയും യമനിലെ എതിരാളി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെ ചൊല്ലി അസാധാരണമായിട്ടുള്ള ഒരു പൊതുവായ ഒരു ഏറ്റുമുട്ടൽ കൂടി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞു ഇസ്ലാമിക് നാറ്റോ,
ആ ഒരു സാഹചര്യം പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്കൊക്കെ ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കണം, നമ്മളിൽ ഒരുവനെ അടിച്ചാൽ നമ്മളെല്ലാവരും കൂടി അടിക്കണം, ആ അടി അവൻ താങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഓയിലും LPG ഒക്കെ വിറ്റ് ജീവിക്കുന്ന ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് യു എ ഇ ഒരു ടൂറിസം ഹബ്ബായിട്ട് വളർന്നു കഴിഞ്ഞു. അവർക്ക് പോരടിച്ച് ആ രാജ്യത്തിൻ്റെ വളർച്ചയെ ഇല്ലാതെയാക്കാനൊന്നും കഴിയില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം അവർ അത്രയേറെ അത്യധ്വാനിച്ചിട്ടാണ് ആ ഒരു രാഷ്ട്രത്തെ ആ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ആ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് പാകിസ്ഥാനെ പോലെ തമ്മിലടിച്ചും മതഭ്രാന്ത് കയറിയിട്ടും അവർക്ക് ഉള്ളിൽ ഒക്കെ ഒരു പക്ഷേ അവരുടേതായ തീരുമാനങ്ങളുണ്ടാകും. പക്ഷേ വളർച്ചയുടെ പടവുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തമ്മിലടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കാനല്ലാതെ വളർച്ച ഉണ്ടാകില്ല എന്നുള്ളത് UAE പോലുള്ള രാജ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ടേ UAE നമ്മളുമായിട്ട് വലിയ സഹകരണമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങൾക്ക്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് EU കമ്മീഷൻ പ്രസിഡന്റ് EUമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ കരാറിനെ കുറിച്ച് പറഞ്ഞത്, ആ ഒരു എഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു കച്ചവടം, വാണിജ്യ ബന്ധം, വ്യാപാര ബന്ധം, നയതന്ത്ര ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മാറുന്ന ജിയോ പൊളിറ്റിക്സ്, മാറാത്ത നിലപാടുകളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഇവരെ ഇസ്ലാമിക് നാറ്റോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളിൽ പോകുമ്പോൾ UAE പറയുകയാണ്, ഞങ്ങൾക്ക് ഈ പറയുന്ന പരിപാടികളിലേക്കൊന്നും താല്പര്യമുള്ള അളിയ, ഞങ്ങൾ കച്ചവടവും വ്യാപാരവും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കൂടാതെ UAE ഇന്ത്യയുമായിട്ട് പുതിയ പ്രതിരോധ കരാറുകളിലുമൊക്കെ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ സൗദിക്കും പാകിസ്ഥാനുമൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു വിമ്മിഷ്ടമുണ്ട്. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് UAE എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ അത്രയും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ബന്ധമാണ് സത്യത്തിൽ ഇവിടം കൊണ്ട് അങ്ങ് അറുത്തു മുറിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. ആ അറുത്തു മുറിക്കലിന് പല വ്യാഖ്യാനങ്ങളും നമുക്ക് കൊടുക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഗുണങ്ങളാണ്. അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, പ്രതിരോധം, ഊർജം, നിക്ഷേപ പദ്ധതികളിലേക്കെയും ഈ ഇരു രാജ്യങ്ങളും സഹകരിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് പാകിസ്ഥാനിലുള്ള ഈ സുരക്ഷാ ആശങ്കകൾ, ലൈസൻസിങ് വിവാദങ്ങൾ, അടിസ്ഥാന സൗകര്യം കാലഹരണപ്പെടുന്നത് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടൽ മൂലമുള്ള മോശം ഭരണവും കെടുകാര്യസ്ഥതയും പാകിസ്ഥാനിലെ സർക്കാർ ഉടമസ്ഥതയുള്ള സംരംഭങ്ങളിലൊക്കെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. കാരണം ഈ പൗരന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണ്. അപ്പം ഇവരൊക്കെ ചെന്നുകൊണ്ട് നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങൾ, അതായത് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, നമ്മൾ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നല്ല രീതിയിൽ പെരുമാറി പോവുകയാണ്, നല്ല ബന്ധത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്ന പൗരൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം വഷളാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള കൊള്ളരുതായ്മകളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ ബന്ധം തകർന്നുടഞ്ഞ് പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. 4 പതിറ്റാണ്ടോളം നല്ല മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. നോക്കൂ, പാകിസ്ഥാൻ ഏത് രാജ്യവുമായിട്ടാണ് കൃത്യമായ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ, നമ്മുടേതുപോലെ അന്തസ്സോടെ പറയുകയാണ്, ഭാരതത്തിൻ്റെതുപോലുള്ള ഒരു തീരുമാനം, നയതന്ത്ര ബന്ധം, വ്യാപാര ബന്ധവുമായിട്ട് പാകിസ്ഥാൻ ഏത് രാജ്യവുമായിട്ടാണുള്ളത്? അവർ വയ്ക്കുന്നുണ്ട് വ്യാപാര ബന്ധവും, എല്ലാ ബന്ധങ്ങളും വയ്ക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ബന്ധം? ആ ബന്ധം ഭീകരവാദത്തിന് വേണ്ടിയുള്ള ബന്ധമാണ്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബന്ധമാണ്, ഇന്ത്യയെ ആക്രമിക്കുന്നതിന് ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് പിച്ച ചട്ടിയിരുത്തിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മറ്റൊരു ബന്ധവും ഒരു രാജ്യവുമായിട്ടില്ല. പരിശോധിച്ചു നോക്കൂ, IMFന്റെ മുമ്പിൽ പിച്ച ചട്ടി എടുത്തിരിക്കുന്ന പാകിസ്ഥാൻ. IMF പോലും ചോദിക്കുകയാണ്, ഈ കിട്ടുന്ന ഫണ്ട് മുഴുവൻ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നിങ്ങൾ കൃത്യമായി അത് ചെലവഴിക്കൂ എന്ന് പറയുകയാണ്.
ഇപ്പോൾ ട്രംപിന്റെ ഒക്കെ കാല് താങ്ങി മൂട് താങ്ങിയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ കാല് താങ്ങി മൂട് താങ്ങി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ UAE പറയുന്നു, ഞങ്ങൾക്ക് ഇന്ത്യയാണ് വലുത്, പാകിസ്ഥാനല്ല. വളർച്ച എന്ന് പറയുന്നത്, പുരോഗതി എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള പോക്കിന് ഏതു രീതിയിൽ ഒരു ബന്ധം ഒരു രാജ്യവുമായി വേണോ അതെല്ലാം ഉള്ളത്, ഏറ്റവും വലിയ വിപണിയുള്ളത് അത് ഇന്ത്യയിലാണ്. ഞങ്ങൾക്ക് ഇന്ത്യയെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. നോക്കൂ, റിപ്പബ്ലിക് ഡേയിൽ നമുക്ക് കിട്ടിയ ഒരു വലിയ തീരുമാനം തന്നെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിപ്പിക്കാനില്ല എന്നുള്ള ഒരു കൊച്ചു വാർത്തയ്ക്ക് ഇത്രയ്ക്ക് പറയണം. അതിന് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോവുകയും ആ പ്രാധാന്യമല്ല, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോശമായ കൃത്യമല്ലാത്തതായിട്ടുള്ള നെറേറ്റീവുകൾ വരികയും ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്ന് നിങ്ങളോട് പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന് നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് പ്രതിരോധ കരാറുകളിൽ എല്ലാം ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വിമാനത്താവളങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ UAEക്ക് പരിചയമുണ്ടെങ്കിലും ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പിന്മാറാനുള്ള അവരുടെ നീക്കം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു വിശ്വാസം, പാകിസ്ഥാനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂടി ഒരു കാര്യമായിട്ട് എടുത്തു കാണിക്കുകയാണ്. അതായത് ആ ഒരു ബന്ധം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. മാത്രമല്ല ഇന്ത്യയുമായിട്ട് നല്ല ബന്ധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് UAE ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി. മുന്നോട്ടും ഇതേ സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം, ഞങ്ങളുടെ പ്രതീക്ഷയും അത് തന്നെയാണ്. അപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ഇന്ത്യ ലൈവ് ചാനൽ എടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.